അപ്പോൾ തെരഞ്ഞെടുപ്പ് ദേ ഇങ്ങെത്തി. ഓരോ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആരെന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് കേരളം. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും എല്ലാം അവസരം നൽകുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇത് എത്ര കണ്ട് നടപ്പിലാക്കും എന്നുള്ളതാണ് ചോദ്യം. പലയിടത്തും സിറ്റിംഗ് MLA-മാരെ തന്നെ മത്സരിപ്പിക്കാനാണ് ഇടത് വലത് മുന്നണികളുടെ നീക്കം. രാഷ്ട്രീയ ഭേദമന്യേ നമുക്കപ്പോൾ ചോദിക്കാം, MLA-മാർ സ്ഥിരമായി മത്സരിക്കണോ എന്നുള്ളത്. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണ്ടേ? മുബാറക്ക് കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോടുള്ള ആളുകളോടാണ് ചോദിച്ചത്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നും കൂടി നോക്കാം. തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായിരിക്കെ ഉയരുന്നൊരു ചോദ്യമാണ്, പുതുതലമുറയ്ക്കാണോ പരിചയസമ്പന്നതയ്ക്കാണോ സാധ്യത കൂടുതൽ? ആരാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നുള്ളത് നമുക്ക് ജനമനസ്സുകളിൽ എന്താണെന്നുള്ളത് ചോദിച്ചറിയാം. രണ്ടും പരിചയസമ്പന്നരും വേണം, പിന്നെ പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് അവസരം കൊടുക്കണം. ഇപ്പോഴത്തേതിൽ പുതിയ തലമുറ തന്നെ വരണം. പിന്നെ അതിന് അവർ തന്നെയാണ് ഏറ്റവും ബെറ്ററായിട്ട് വരുന്നത്. കൊടുക്കണം, പുതിയ പുതിയ ആൾക്കാർ വരണം. ഒരു മാറ്റം എപ്പോഴും നല്ലതല്ല, എല്ലാത്തിനും അവർക്ക് അവസരം കിട്ടണ്ടേ. ഈ നിന്ന ആൾക്കാർ തന്നെ നിന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. പുതിയ പുതിയ ആൾക്കാർ വരട്ടെ, എല്ലാ മേഖലയും അങ്ങനെയല്ലേ നല്ലത്. ഇല്ല, പുതിയ തലമുറയിലെ ആളുകൾക്ക് അവസരം കൊടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതെന്ന് വെച്ചാൽ പുതിയ ഭരണം കൊണ്ടുവരാനും പുതിയ ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങൾ കൊണ്ടുവരാനും അത്രയും. തീർച്ചയായും പുതിയ തലമുറ കൊടുക്കണമല്ലോ, അതല്ല അതിൻ്റെ മര്യാദ. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പുതിയ തലമുറ വരുമ്പോൾ മാറ്റം പലരും പ്രതീക്ഷിക്കുമല്ലോ. ഇപ്പോഴുള്ള ആൾക്കാർ ഓക്കെ ആണെങ്കിൽ പോലെ തന്നെ മതി. ഇനിയിപ്പോൾ പുതിയ വരുന്ന ആരെങ്കിലും അത്യാവശ്യം കുറച്ചുകൂടെ നല്ലതായി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓല് വന്നോട്ട്. അല്ല, പുതിയ വരുന്നവർക്ക് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഉള്ളൊരു ജനറേഷന് വേണ്ട എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറേ പരിചയങ്ങളുണ്ടാവും. അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും പിന്നെ ഇപ്പം മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും ആ ഒരു പരിചയം ഉണ്ടാവും. പിന്നെ പുതിയ ആൾ വരുമ്പോൾ അവരുടേതായ ഒരു പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ പുതിയ മാറ്റങ്ങളെല്ലാം അവർ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ ചെറുപ്പത്തിനെപ്പോൾ നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കുന്നതെന്നല്ല, അപ്പോൾ മാറ്റത്തെ ആഗ്രഹിക്കുന്നവർ ചെറുപ്പക്കാരെ ആഗ്രഹിക്കും. അതാണ് പുതിയ തലമുറയ്ക്കുള്ള, അതാണ് നല്ലത്. കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാകുമ്പോൾ അതാണ് നല്ലത്. ഭരണം എന്തായാലും മാറണം. പിന്നെ കോൺഗ്രസ്സിലുണ്ടല്ലോ, UDF-ലുണ്ടല്ലോ നല്ല പുതിയ ചെറുപ്പക്കാരല്ലാതെ പഴയ ആളുകൾ തന്നെ നല്ല ഭരണം അറിയുന്നവർ. പഴയ ആളുകൾ നല്ല പരിചയസമ്പന്നതയുള്ള പ്രവർത്തന രഹിതരല്ലാത്ത പ്രവർത്തിക്കുന്ന ആളുകൾ വേണം. അതോടൊപ്പം തന്നെ പുതുമുഖങ്ങളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരണം. കാരണം അവരിത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമല്ലോ. പഴയ ആളുകൾക്ക് പരിചയസമ്പന്നത ഉണ്ടാവും. ആ പരിചയസമ്പന്നത വെച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കും. നേരെ ചില ആളുകൾ റബ്ബർ സ്റ്റാമ്പ് പോലെ വെറുതെ നിയമസഭയിൽ പോവും, വെറുതെ ലോകസഭയിൽ പോവും, തിരിച്ച് ഓലെ പൈസ വാങ്ങാനും ഓലെ ആനുകൂല്യങ്ങൾ പറ്റാനും അല്ലാണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല. അത്തരം ആളുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. ഇടതുപക്ഷത്തിൽ പുതിയ തലമുറയാണ് വരിക എന്തായാലും. ഇവിടെ കോൺഗ്രസ്സിൽ പഴയ ആൾക്കാർ തന്നെ എത്രയോ വയസ്സായാലും തന്നെ നിൽക്കും. ഓല് സീറ്റ് കൊടുക്കൂല, ആർക്കും കൊടുക്കൂല, പുതിയ തലമുറയ്ക്ക് കൊടുക്കൂല. അവർക്ക് അധികാരം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങേണ്ടതാണോ, അതോ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടതോ? ഇനി തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഷാഫിക്കൊപ്പം M. മുബാറക്, ന്യൂസ് മലയാളം.